السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. നമ്മുടെ ഈ സന്ധ്യ വേളയിൽ അള്ളാഹുവിൻ്റെ മസ്ജിദിൽ നമ്മളിവിടെ മനസ്സിലാക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളും പ്രസ്തുത നാമങ്ങളുടെ അർത്ഥങ്ങളും തേട്ടങ്ങളും വിധികളുമൊക്കെയാണ്. ഇന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ അൽ ഖരീബ് എന്ന നാമമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഖരീബ് എന്ന് പേരുണ്ട്. എന്താണ് അള്ളാഹു ഖരീബ് എന്ന് പറയുമ്പോൾ ആ നാമം അർത്ഥമാക്കുന്നത്? ആ നാമം നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ആദർശമായി ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത്? ഈ ഒരു വിഷയമാണ് ഇവിടെ ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കുന്നത്. അബൂ മുസൽ അശ്അരി പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു യുദ്ധയാത്രയിലാണ്. കുന്ന മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസാത്തിൻ ഫജഅൽനാ ലാ നസ്അദു ശറഫൻ വലാ നഅലു ശറഫൻ വലാ നഹ്ബിതു ഫീ വാദിൻ ഇല്ലാ റഫഅനാ അസ്വാതനാ ബിത്തക്ബീർ. ഞങ്ങളൊരു കുന്ന് കയറുകയാണ് എങ്കിൽ, ഒരു താഴ്വാരം താണ്ടി ഇറങ്ങുകയാണ് എങ്കിലൊക്കെ ഞങ്ങൾ ഉറക്കനെ തക്ബീർ ചൊല്ലുമായിരുന്നു. അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയാണ്, ഫദനാ മിന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഞങ്ങൾ ഉറക്കനെ തക്ബീർ ചൊല്ലിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് അടുത്തിട്ട് പറഞ്ഞു, അയ്യുഹന്നാസ് ഇർബഉ അലാ അൻഫുസികും ഫഇന്നകും മാ തദ്ഊന അസമ്മ വലാ ഗായിബ ഇന്നമാ തദ്ഊന സമീഅൻ ബസീറ ഇന്നല്ലദീ തദ്ഊന അഖ്റബു ഇലാ അഹദികും മിൻ ഉനുഖി റാഹിലതിഹി. ജനങ്ങളെ, നിങ്ങൾക്കൊരു സാവകാശം ഉണ്ടാകണം. നിങ്ങൾ ദുആ ഇറക്കുന്നവൻ ബധിരനല്ല, അവൻ വിദൂരതയിലുമല്ല. നിങ്ങൾ കേൾക്കുന്നവനും കാണുന്നവനുമായ ഒരുവനോടാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത്. ഇന്നല്ലദീ തദ്ഊനഹു അഖ്റബു ഇലാ അഹദികും മിൻ ഉനുഖി റാഹിലതി. നിങ്ങൾ ദുആ ചെയ്യുന്നവൻ നിങ്ങളുടെ ഒട്ടകത്തിൻ്റെ കഴുത്തിനേക്കാൾ നിങ്ങളോട് അടുത്തവനാണ്.
അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശബ്ദം ഉയർത്തി തക്ബീർ ചൊല്ലി യാത്ര നടത്തിയവരോട് നിർദ്ദേശിക്കുകയാണ്, നിങ്ങൾ ശബ്ദം ഉയർത്തണ്ട, നിങ്ങൾ തിരക്കുകൂട്ടും വേണ്ട, നിങ്ങൾ ദുആ ചെയ്യുന്നവൻ സമീആണ് ബസീറാണ്, എല്ലാം സൂക്ഷ്മമായി കേൾക്കുന്നവനും കാണുന്നവനുമാണ്, അവൻ നിങ്ങളോട് സമീപസ്ഥനാണ്. എത്രമാത്രം? നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ കഴുത്തിനേക്കാൾ, ഒട്ടകത്തിൻ്റെ കഴുത്തിനേക്കാൾ നിങ്ങളോട് അടുത്തവനാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ അറിയിച്ചു. ഇവിടെ ഈ സംഭവം നമ്മളെ വിളിച്ചറിയിക്കുന്നത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഏറ്റവും അടുത്തവനാണ് എന്നാണ്. നമ്മളോട് ഏറ്റവും അടുത്തവനാണ് എന്നാണ്. അടിസ്ഥാനപരമായി നമ്മളിവിടെ അറിയേണ്ട ഒരു ഭാഗം, അള്ളാഹുവിൻ്റെ സാമീപ്യം നമ്മളോടൊപ്പമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മളോട് അള്ളാഹു ഏറ്റവും അടുത്തവനാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്ക് നേരെ എങ്ങനെയെന്നുള്ളതാണ്. നമുക്കറിയാം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയും ആദർശവും അള്ളാഹു അവൻ്റെ മഹിതമായ ദാത്ത് കൊണ്ട്, സത്ത കൊണ്ട് അവൻ വാനങ്ങൾക്കുപരിയിലും അവൻ്റെ അർഷിനു മീതെയുമാണ്. വാനങ്ങൾക്കുപരിയിൽ അള്ളാഹു അർഷിനു മീതെയാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരൊക്കെ കൂടിയിരിക്കുന്ന വേദിയിൽ ഓരോ ഭാര്യമാർക്കും അവർക്ക് അഭിമാനം പറയുവാനും അവരുടെ സ്ഥാനം അറിയിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം അനുസ്മരിക്കാനുണ്ടാകും. ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ വ അർദാഹ പറയാറുണ്ടായിരുന്നത് എന്താ? അവർ അഭിമാനം കൊണ്ട് പറയാറുണ്ടായിരുന്നത്, സവ്വജകുന്ന അഹാലികുൻ, നിങ്ങളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തത് നിങ്ങളുടെ കുടുംബക്കാരാണ്. വസവ്വജനി അല്ലാഹു മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്, എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് അള്ളാഹുവാണ് 7 ആകാശങ്ങൾക്ക് മീതെ വെച്ച് എന്നാണ്. 7 ആകാശങ്ങൾക്ക് ഉപരിയിൽ വെച്ച്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്ക് ഉപരിയിലാണ്. സൈനബ് ബിൻത് ജഹ്ഷിനെ സെയ്ദ് വിവാഹമോചനം നടത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, ഫലമ്മാ ഖളാ സൈദ് മിൻഹാ വതറൻ സവ്വജ്നാകഹ, സെയ്ദ് സൈനബിനെ വിവാഹമോചനം നടത്തിയപ്പോൾ അള്ളാഹു പറയുന്നത് സവ്വജ്നാകഹ, നിങ്ങൾക്ക് നാം അവരെ കല്യാണം കഴിച്ചു തന്നു. അപ്പോൾ ഇവിടെ നമ്മളുടെ വിഷയം ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് റളിയല്ലാഹു തആല അൻഹ പ്രഖ്യാപിച്ചതാണ്, എന്നെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ച് നൽകി മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്, 7 ആകാശങ്ങൾക്ക് മീതെ വെച്ച്. 7 ആകാശങ്ങൾക്ക് മീതെയാണ് അള്ളാഹുവിൻ്റെ അർശുള്ളത്. ഒരു തിരുമൊഴിയിൽ 7 ആകാശങ്ങളുടെ വിസ്തീർണവും അതിൻ്റെ ദൂരപരിധിയും പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശങ്ങൾക്കുപരിയിൽ ഒരു സമുദ്രമുണ്ട്, എന്നിട്ട് അതിന് മുകളിലാണ് അള്ളാഹുവിൻ്റെ അർഷ്. നമുക്കറിയാം, സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ തന്നെ വകാന അർഷുഹു അലൽ മാ, അള്ളാഹുവിൻ്റെ അർഷ് അത് വെള്ളത്തിന്മേലാണ് എന്ന് വന്നിട്ടുണ്ട്. ആ അർഷിന് മീതെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിവായിലായത്. ഇസ്തിവ എന്ന് പറഞ്ഞാൽ ഉപവിഷ്ടനായത്. അപ്പോൾ അള്ളാഹു അവൻ്റെ മഹിതമായ ദാത്ത് കൊണ്ട് അവൻ്റെ അർഷിന് മീതെയാണ്. വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, അള്ളാഹു തൻ്റെ ദാസന്മാരുടെ മീതെ അവരെ അതിജയിച്ച് മീതെയായി നിൽക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അർഷിന് മീതെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, പിന്നെ അവൻ സമീപസ്ഥനാണ് എന്ന് പറയുമ്പോൾ അതിൽ വൈരുദ്ധ്യം വരൂലേ? ആളുകൾക്ക് വൈരുദ്ധ്യം തോന്നൂലേ? സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ പണ്ഡിതന്മാർ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം, അള്ളാഹു ഖരീബ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന് ഖരീബ് എന്ന പേരുള്ളപ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഖുർബത്ത്, അള്ളാഹുവിൻ്റെ സാമീപ്യം, ഇത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ചില ആളുകൾ മനസ്സിലാക്കിയത് എന്താ? അള്ളാഹു നമ്മോടൊപ്പം എന്ന് വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, നമ്മോടൊപ്പം ഉണ്ട് എന്നാണ്. വഹുവ മഅക്കും ഐനമാ കുൻതും, അള്ളാഹു നിങ്ങളോടൊപ്പമാണ് നിങ്ങൾ എവിടെയാണെങ്കിലും എന്ന് പറഞ്ഞ്. നമ്മളോടൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളോടൊപ്പം കലർന്നിട്ടുണ്ട് എന്നാ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തും സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന, ജഗത്തായ ജഗത്തിലെല്ലാം അള്ളാഹു വസിക്കുന്നു എന്ന, തൂണിലും തുരുമ്പിലും തറയിലും തിറയിലും ഒക്കെ അള്ളാഹു എന്ന,
അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊക്കെ പരിശുദ്ധനാണ്. അള്ളാഹു അവൻ്റെ സത്ത കൊണ്ട് ഇവിടെ അല്ല, അള്ളാഹു അവൻ്റെ സത്ത കൊണ്ട് അവൻ അർശിന് മീതെയാണ്. നമ്മളുടെ വിശ്വാസമല്ല അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത്. കാരണം അള്ളാഹു എങ്ങനെ എല്ലായിടത്തും ഉണ്ടാകും? ഇവിടെ നജസില്ലേ, ഇവിടെ വൃത്തികേടില്ലേ, ഇവിടെ നമ്മൾ ചവിട്ടുന്നു, കയറുന്നു, ഇറങ്ങുന്നു, എറിയുന്നു, അതിലൊക്കെ അള്ളാഹു ഉണ്ടാവും. നഊദു ബില്ലാഹ്, അങ്ങനെ വിശ്വസിക്കാൻ പാടുള്ളതല്ല. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വഹുവ മഅക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാത്തിലും കലർന്നിട്ടുന്നില്ല. ഇപ്പം നമ്മളവിടെ അള്ളാഹു പറഞ്ഞില്ലേ, വർക്കഉ മഅർ റാക്കിഈൻ, വർക്കഉ നിങ്ങൾ റുക്കൂ ചെയ്ത് നിസ്കരിക്കീൻ, മഅർ റാക്കിഈൻ റുക്കൂ ചെയ്യുന്നവരോടൊപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ റുക്കൂ ചെയ്യുന്നവരോടൊപ്പം റുക്കൂ ചെയ്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കുന്നവരെല്ലാവരും കൂടി കലർന്ന് അവരുടെ മാംസവും മജ്ജയും രക്തവും ഒക്കെ കൂടി കലർന്ന് ഒന്നിച്ച് ഒന്നായിട്ട് അല്ല. പിന്നെയോ ആ വേറിട്ടാണ് നിൽക്കുന്നത്, നിസ്കരിക്കണം ഓരോരുത്തരും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എങ്ങനെ പടപ്പുകളിൽ നിന്ന് വേറിട്ട് അവൻ്റെ സത്ത കൊണ്ട് അവൻ ഉന്നതനാണോ അത് പ്രമാണവചനങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രമാണവചനങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അവൻ്റെ അർശിന് മീതെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ആകാശത്തിലേക്ക് ചൂണ്ടണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൃഷ്ടി ആകാശത്തിലേക്ക് ഉയർത്തുന്നത്. ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ? അപ്പോൾ സഹാബികൾ പറയണേ, എത്തിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയാണ്, എന്നെക്കുറിച്ച് നിങ്ങൾ അന്ത്യനാളിൽ ചോദിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് സഹാബത്ത് എന്നോട് പറയാണ്, നിങ്ങൾ ചോദിക്കപ്പെടും. അപ്പം നിങ്ങൾ എന്താണ് എന്നെക്കുറിച്ച് അള്ളാഹിനോട് പറയാം, അള്ളാഹു നിങ്ങളോട് ചോദിക്കുമ്പോൾ? അപ്പം സഹാബത്ത് പറയാണ്, നിങ്ങൾ നുബുവത്ത് എത്തിച്ചിട്ടുണ്ട്, നിങ്ങൾ റിസാലത്ത് എത്തിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ചുമതല നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്, അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടത് കൃത്യമായി നിർവഹിച്ചവരാണ് നിങ്ങൾ എന്ന് ഞങ്ങൾ സഹാബത്ത് അള്ളാഹുവിനോട് ഞങ്ങൾ മറുപടി പറയും എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരലുകൊണ്ട് ആകാശത്തിലേക്ക് ചൂണ്ടി, അല്ലാഹുമ്മ, അള്ളാഹുവേ, അല്ലാഹുമ്മ എന്നാണ് അള്ളാഹിനെ വിളിച്ചപ്പോൾ എടുക്കാൻ ചൂണ്ടിയത് ആകാശത്തിലേക്ക്. എന്നിട്ട് ഇഷ്ഹദ്, നീ സാക്ഷ്യം വഹിക്ക്. അപ്പോൾ അല്ലാഹുമ്മ എന്ന് വിളിച്ചപ്പോൾ ആകാശത്തിലേക്ക് ചൂണ്ടി. ഇഷ്ഹദ് എന്ന് പറഞ്ഞപ്പോൾ ഭൂമിയിലേക്ക് ചൂണ്ടി. കാരണം എന്താ, ഇവർ ഈ പറയണത് അള്ളാഹുവേ നീ സാക്ഷ്യം വഹിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മഹോന്നതനായി അവൻ്റെ പരിപൂർണതക്കുതകും വിധം അവൻ വാനങ്ങൾക്കുപരിയിലാണ് അവൻ്റെ സത്ത കൊണ്ട്. അവൻ അർശിന് മീതെയാണ്. അങ്ങനെയുള്ള അള്ളാഹു ദാസന്മാരോട് ഏറെ അടുത്തവനാണ്. ദാസന്മാരോട് ഏറെ അടുത്തവനാണ്. അതാണ് നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കുന്നത്, വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. അള്ളാഹു പറയുന്നത് വലഖദ് ഖലഖ്നൽ ഇൻസാൻ, നാം ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യൻ്റെ മനസ്സ് മനുഷ്യനോട് മന്ത്രിക്കുന്നത് നാം അറിയുന്നു. മനസ്സ് മനുഷ്യനോട് എന്ത് മന്ത്രിക്കുന്നുവോ അത് നാം അറിയുന്നു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, മനുഷ്യൻ്റെ ജീവനാഡിയേക്കാൾ മനുഷ്യനോട് അടുത്തവനാകുന്നു നാം. മനുഷ്യനോട് അടുത്തവനാകുന്നു നാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ജീവനാഡിയേക്കാൾ മനുഷ്യനോട് അടുത്തവനാണ്. അതാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, നിങ്ങൾ സഞ്ചരിക്കുന്ന ഒട്ടകം, ആ ഒട്ടകത്തിന് കഴുത്തുണ്ട്, ആ കഴുത്തിന് തൊട്ടാണ് ഒട്ടകപ്പുറത്തിരിക്കുന്നത്. ആ കഴുത്തിനേക്കാൾ അള്ളാഹു നിങ്ങളോട് അടുത്തവൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ എന്താ ഈ അടുപ്പം, അതിൻ്റെ യാഥാർത്ഥ്യം? ഒരിക്കൽ ആളുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, റസൂലെ, അള്ളാഹു ബഈദാണോ എങ്കിൽ ഫനുനാദി, ഞങ്ങൾക്ക് അള്ളാഹിനെ വിളിക്കണം. അല്ല അള്ളാഹു ഖരീബാണോ ഫനുനാജി എങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹിനോട് എന്ത് ചെയ്താൽ മതി, രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. അള്ളാഹു ഖരീബാണോ അള്ളാഹു ബഈദാണോ, അള്ളാഹു വിദൂരനാണോ അതോ ഞങ്ങളോട് അടുത്തവനാണോ? ഇതാണ് ചോദ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എന്താ, വഇദാ സഅലക ഇബാദി അന്നി, എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് പ്രവാചകരെ നിങ്ങളോട് ചോദിച്ചാൽ. ഇവിടെ ചോദിച്ചില്ലേ, ചോദിച്ചത് എന്താ?
അള്ളാഹു ഖരീബാണോ അള്ളാഹു ബഈദാണോ? വിട്ടുള്ളവരെ നമ്മൾ വിളിക്കും അല്ലേ, എടുത്തുള്ളവരാണെങ്കിലോ അടക്കം പറയും. അള്ളാഹു വിദൂരസ്ഥരാണെങ്കിൽ ഞങ്ങൾക്ക് വിളിക്കണം, അതല്ല സമീപസ്ഥരാണെങ്കിൽ അടക്കം പറയണം. അപ്പം അള്ളാഹു പറയാണ്, എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ ഖരീബാണ്, സമീപസ്ഥനാണ്, ഏറെ അടുത്തവനാണ്. എങ്ങനെ ഏറെ അടുത്തവൻ? ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ദുആ ഇറക്കുന്നവൻ എന്നോട് ദുആ ഇറന്നാൽ ഞാൻ അവന് ഉത്തരം നൽകും. ഉത്തരം നൽകി അടുത്തവൻ. ഫല്യസ്തജീബൂ ലി, അതുകൊണ്ട് അവർ എന്നോട് ഉത്തരം ചോദിക്കട്ടെ. വൽയുഅ്മിനൂ ബി, അവർ എന്നിൽ വിശ്വസിക്കട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർ സന്മാർഗം സിദ്ധിച്ചവരാകും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖരീബ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ നമുക്കിവിടെ കുറേ വിഷയം മനസ്സിലാക്കാനുള്ളതിൽ ഒന്ന് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഖുർബത്ത് സാമീപ്യം എന്നുള്ളതാണ്. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഖുർബത്ത് സാമീപ്യം? 2, അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്ക് ഇത്ര നല്ല രീതിയിൽ ഇത്ര അടുപ്പത്തിലുണ്ട് എങ്കിൽ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ ഇനി വേറൊരു ശക്തി വേണോ? അള്ളാഹുവിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ എത്തിക്കാൻ മറ്റൊരാളുടെ ആവശ്യമുണ്ടോ? ഇതാണ് അള്ളാഹുവിൻ്റെ ഖുർബത്ത്. എങ്ങനെയാണ് അത്? 2 നിലക്കാണ്. ഒന്ന് ഖുർബത്തുൻ ആം, പൊതുവിലുള്ള അള്ളാഹുവിൻ്റെ അടുപ്പം. എല്ലാ പടപ്പുകളോടും അള്ളാഹു അറിഞ്ഞുകൊണ്ടും അവരെ അനുഭവിച്ചുകൊണ്ടും അവരെ നിരീക്ഷിച്ചുകൊണ്ടും അവർക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടും അള്ളാഹു അവരോട് അടുത്തവനാണ്. മുഴുവൻ പടപ്പുകളോടും, മുസ്ലിമായാലും അമുസ്ലിമായാലും, മുഅ്മിനായാലും കാഫിറായാലും, മുഖ്ലിസായാലും മുനാഫിഖായാലും, ആരായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അറിയും. അള്ളാഹു എല്ലാവർക്കും സാക്ഷിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും നിരീക്ഷിക്കുന്നവനാണ്, അടുത്തറിയുന്നവനാണ്. അങ്ങനെ എല്ലാ പടപ്പുകളോടും അടുത്തവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അറിവ് കൊണ്ടുള്ള അടുപ്പം, സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള അടുപ്പം, നിരീക്ഷിച്ചുകൊണ്ടുള്ള അടുപ്പം, എല്ലാവരും അള്ളാഹിൻ്റെ പിടുത്തത്തിലാണ്, അള്ളാഹുവിൻ്റെ കഴിവിലാണ്. അങ്ങനെയുള്ള അടുപ്പാണ്. അതാണ് ഖുർബത്തുൻ ആമ്മ, പൊതുവിൽ എല്ലാവരോടുള്ള അള്ളാഹുവിൻ്റെ അടുപ്പം. 2-മത്തേത് പ്രത്യേകം അള്ളാഹിൻ്റെ അടുപ്പാണ്. അത് അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവോട് ദുആ ഇറക്കുകയും ചെയ്യുന്നവരോടുള്ള അള്ളാഹിൻ്റെ അടുപ്പാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ, അള്ളാഹുവിനോട് ദുആ ഇറക്കുന്നവർ, അവരോടുള്ള അള്ളാഹുവിൻ്റെ അടുപ്പമാണ് ഖുർബത്തുൻ ഖാസ്സ, പ്രത്യേകിച്ചുള്ള അടുപ്പം. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? അള്ളാഹിനോട് ദുആ ഇറക്കുന്നവർ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തന്നിലേക്ക് അടുപ്പിക്കും. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക പരിഗണനയാൽ അടുക്കുകയും ചെയ്യും. ആ അടുപ്പത്തിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെ നമുക്കറിയില്ല, യാഥാർത്ഥ്യം എങ്ങനെ എന്നുള്ളത് നമുക്കറിയില്ല. ഒരിക്കൽ ഉർവത്തുൽ ബാരിഖി റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദീനാർ കൊടുത്ത് എന്നിട്ട് റസൂൽ പറഞ്ഞു ഒരാടിനെ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഉർവ പോയി 2 ആടിനെ വാങ്ങി, 1 ദീനാർ കൊണ്ട് 2 ആടിനെ വാങ്ങി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ മൂപ്പർ എന്ത് ചെയ്ത്? 1 ആടിനെ 1 ദീനാറിന് വിറ്റ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതേ ലെവലിലുള്ള ആടിനെയാണ് വാങ്ങിയത്. പക്ഷേ റസൂൽ 1 ആടിനെ വാങ്ങാൻ പറഞ്ഞു, മൂപ്പർക്ക് 2 ആടിനെ കിട്ടി. ചിലർക്ക് അങ്ങനെയാണ്, വാണിഭത്തിൽ നല്ല കഴിവുണ്ടാവും. അപ്പോൾ 2 ആടിനെ വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? 1 ആടിനെ ഇന്ന് വിറ്റിട്ട് വാങ്ങിയ ആടുണ്ടല്ലോ അതിന് പിന്നെ 1 ദീനാർ ആയിട്ട് മടങ്ങിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എത്തിയിട്ട് ഇത് കൊടുത്ത്, ദീനാറും കൊടുത്ത് 1 ആടിനും കൊടുത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്ചര്യപ്പെട്ട് അദ്ദേഹത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്ത്, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ സഫ്ഖതി യമീനിഹി, അള്ളാഹുവേ
ഇദ്ദേഹത്തിൻ്റെ ഇടപാടിൽ, കച്ചവടത്തിൽ നീ ബർക്കത്ത് ചൊരിയണമേ എന്നാണ് ദുആ ചെയ്തത്. ഉർവത്തുൽ ബാരിക്കി പറയാണ്, അദ്ദേഹം പിൽക്കാലത്ത് ജീവിച്ചിട്ടുണ്ട്, കൂഫയിലെ മാർക്കറ്റിൽ പോയി ഞാൻ നിൽക്കും കച്ചവടത്തിന്. 40,000 ലാഭം കൊയ്തിട്ടായിരുന്നു ഞാൻ വീട്ടിലേക്ക് മടങ്ങിയിരുന്നത് എന്നാണ്. മണ്ണ് വാരി വിറ്റാൽ എനിക്ക് ലാഭം കിട്ടുമായിരുന്നു എന്നാണ്. മണ്ണ് വാരി വിറ്റാൽ എനിക്ക് ലാഭം കിട്ടുമായിരുന്നു എന്നാണ്. മനസ്സിലായോ? ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്നവർക്കുള്ള അള്ളാഹുവിൻ്റെ പരിഗണനയാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ദുആ ഇരക്കുന്നവൻ എന്നോട് ദുആ ഇരന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരം ചെയ്യും. കാരണം അത് അള്ളാഹു ഖരീബാണ്. ഉത്തരം ചെയ്തുകൊണ്ട് അള്ളാഹു സമീപസ്ഥനാണ്. അള്ളാഹു അടുത്ത് പരിഗണിക്കും. എങ്ങനെ? അതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല, പക്ഷേ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഉർവയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ അതിന് പരിഗണന ഉണ്ടായത്. മനസ്സിലായില്ലേ? ഇതേപോലെ സലമത്ത് ബിനുൽ അക്വ പറയാണ്, ഹുനൈൻ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയൊരാൾപ്പടയായിട്ടാണ് ഹുനൈനിക്ക് പോണത്. ആ ആൾപ്പടയിൽ സിംഹഭാഗവും മക്കം ഫതയിൽ ഇസ്ലാം സ്വീകരിച്ച മുസ്ലിങ്ങളാണ്, പുതുതായി ഇസ്ലാമിലേക്ക് വന്നവരാണ്. ഹുനൈൻ്റെ തുടക്കത്തിൽ എന്താ ഉണ്ടായത്? ഈ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരൊക്കെ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടർക്കളത്തിൽ ഒറ്റപ്പെടുന്ന അതിതീക്ഷണമായ പരീക്ഷണം അത് അരങ്ങേറി. സലമത്ത് ബിൻ അക്വ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിടി മണൽ വാരി ഷാഹത്തിൽ വുജൂഹ് നട്ടണ്ട് എറിഞ്ഞ്. മനസ്സിലായില്ലേ? അത് അവർക്കെതിരുള്ളൊരു ദുആയായിരുന്നു. ഒരു പിടി മണലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാരി എറിഞ്ഞത്. എന്താ ഉണ്ടായത്? ആ പിടി മണ്ണ്, മനസ്സിലായേ, അതിനുള്ള ആളൊന്നല്ല ശത്രുക്കൾ, പക്ഷെ അതെല്ലാവരിലും അവരുടെ കണ്ണിൽ കൊണ്ടു. മനസ്സിലായില്ലേ? അതാണ് പിന്നീട് അവരുടെ പരാജയത്തിൽ കലാശിക്കേണ്ടായത്. അതിനൊരു നിമിത്തം അതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ദുആ ചെയ്യുന്ന, അവനെ ആരാധിക്കുന്ന ദാസന്മാരോട് ഖരീബാണ്, അടുത്തവനാണ്. എങ്ങനെയാണ് അതിൻ്റെ ആ രീതി, അടുപ്പം? അതിൻ്റെ യാഥാർത്ഥ്യം അള്ളാഹുവിന് അറിയാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർബത്തുൻ ഖാസ്, പ്രത്യേകമായ അടുപ്പം ദാസന്മാരോടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ അടുക്കും അതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല. പക്ഷേ അള്ളാഹു ഉത്തരമേകിക്കൊണ്ട് ദാസന്മാരോട് അടുത്തവനാണ്. അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചവർ, അള്ളാഹുവെ പ്രാർത്ഥിച്ചവർ, അള്ളാഹുവിനെ ആരാധിച്ചവർ, അവർക്ക് ഉത്തരമേകി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് സമീപസ്ഥനാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. ഇപ്പോൾ അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചു ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിൽ സർവ്വതും സമർപ്പിച്ചു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം തീ കുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെട്ട് ജിബ്രീൽ വന്നു, വല്ല സഹായവും വേണം ചോദിച്ചപ്പോഴും അള്ളാഹുവിലാണ് പ്രതീക്ഷാമയമായ മനസ്സിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീ കുണ്ടാരത്തിലേക്ക് വീഴാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹു മതി, കാര്യങ്ങളെ ഏൽപ്പിക്കുവാൻ ഉത്തമൻ അള്ളാഹു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിളി. എന്താ ഉണ്ടായത്? അള്ളാഹു സുബ്ഹാനഹു വ തആല തീന് തണുപ്പാക്കി. അള്ളാഹു തീയിനോട് സംസാരിച്ചു, യാ നാറു കൂനി ബർദൻ വസലാമൻ അല ഇബ്രാഹിം, തണുക്കാൻ പറഞ്ഞു, സുരക്ഷയാകാൻ പറഞ്ഞു. ആരോട്? തീയിനോട്. ആർക്ക്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ദുആ ഇരക്കുന്നവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കും. അവർക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യമുണ്ട്. പക്ഷെ അതെങ്ങനെ, അതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെ, അത് തിട്ടം നമുക്കറിയില്ല. പക്ഷേ എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രത്യേക പരിഗണന ഉണ്ട്. അപ്പോൾ ഇവിടെ അള്ളാഹു ഖരീബ്, സമീപസ്ഥൻ എന്ന് പറയുമ്പോൾ ഒന്ന് അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ടുള്ള സാമീപ്യമാണ്, കഴിവ് കൊണ്ടുള്ള സാമീപ്യമാണ്, അള്ളാഹുവിൻ്റെ നിരീക്ഷണം കൊണ്ടുള്ള സാമീപ്യമാണ്. മറ്റൊന്ന് അള്ളാഹു കണ്ടും കേട്ടും സഹായിച്ചുമുള്ള സാമീപ്യമാണ്. ഇപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂനും അലൈഹിമസ്സലാം ഫിർഔൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്താ അള്ളാഹു പറഞ്ഞത്? ഇന്നനി മഅകുമ അസ്മഉ വ അറ എന്നാണ്. മൂസയോടും ഹാറൂനോടും പറഞ്ഞു, നിങ്ങൾ ഫിർഔൻ്റെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞു. അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഹാറൂനും പേടി. എങ്ങനെ പോകും ഫിർഔൻ്റെ അടുക്കലേക്ക്? ഫിർഔൻ അത്ര വലിയ അഹങ്കാരി,
അതുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നനി മഅകുമ, ഞാൻ നിങ്ങൾ രണ്ടുപേരോടും ഒപ്പമുണ്ട് എന്നാണ്. ഒപ്പം, ഞാൻ നിങ്ങൾ രണ്ടുപേരോടും ഒപ്പമുണ്ട്. എങ്ങനെ ഈ ഒപ്പം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഒപ്പം ഇറങ്ങി നടക്കുന്നുണ്ടെന്നാ? അല്ല, പിന്നെയോ അസ്മഉ വ അറ, ഞാൻ കേൾക്കുന്നു, ഞാൻ കാണുന്നു, കണ്ടും കേട്ടും അറിഞ്ഞും. അപ്പോൾ സഹായവും അരുളി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒപ്പമുണ്ട് എന്നുള്ളതാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗാർ സൗറിൽ, സൗർ മലയിലെ ഗുഹയിൽ ഹിജ്റയുടെ തുടക്കത്തിൽ 3 ദിവസം പാർത്തു. മനസ്സിലായി? ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂബക്കർ റളിയല്ലാഹുവിനെ തെരഞ്ഞ് മലയുടെ മുകളിലെത്തി. അബൂബക്കർ റളിയല്ലാഹു പറയാണ്, അവർ കാലുമക്ക് നോക്കിയാൽ, അവരുടെ കാൽപാദങ്ങളിലേക്ക് നോക്കിയാൽ നമ്മളെ കാണും. അപ്പം എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം? മാ ബന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമ, നമ്മൾ 2 പേര് മാത്രമല്ല, മൂന്നാമനായി അല്ലാഹ് ഉണ്ട് എന്നാണ്. ലാ തഹസൻ ഇന്നല്ലാഹ മാന, ദുഃഖിക്കണ്ട, അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട് എന്നാണ്. അള്ളാഹു നമ്മളോടൊപ്പം എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹിതമായ ധാത്തുകൊണ്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതല്ല, പിന്നെയോ അള്ളാഹു സഹായിച്ചുകൊണ്ട്, അള്ളാഹു സംരക്ഷണമേകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ സാമീപ്യമുണ്ട് എന്നുള്ളതാണ്. അതാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നവർ, അള്ളാഹുവെ ദുആയിരക്കുന്നവർ, അവർക്കുള്ള അള്ളാഹുവിൻ്റെ സാമീപ്യം, അള്ളാഹുവിൻ്റെ സഹായവും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സംരക്ഷണവും. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, അള്ളാഹു നമ്മളോട് ഖരീബാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഖരീബായ അള്ളാഹുവിലേക്ക് എന്തിനാണ് നമുക്ക് ഇടയാളന്മാർ? അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഫലമാണിത്. അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഫലമാണ്. പിന്നെ ഇങ്ങനെയുള്ളൊരു അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് മേലായ റബ്ബാണ് നമുക്കുള്ളത് എങ്കിൽ പിന്നെ ആ അള്ളാഹുവിലേക്ക് എന്തിന് നമ്മളൊരു ദൂരം കാണണം? അള്ളാഹുവിലേക്ക് ഒരു അപേക്ഷ സമർപ്പിക്കുവാൻ എന്തിന് നമ്മൾ ഒരകലം കാണണം? എന്തിന് അടയാളന്മാർ, എന്തിന് മധ്യവർത്തികൾ, എന്തിന് ശുഹദാക്കൾ, എന്തിന് നേർച്ചക്കാർ? അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കണ്ടും കേട്ടും അറിഞ്ഞും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊക്കെ ഒപ്പമാണ്. അവൻ്റെ സത്ത കൊണ്ട് അവൻ പ്രപഞ്ചാതീതനായി അർശിന് മീതെയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇவ்விധം അള്ളാഹു നമ്മളോട് ഒപ്പമാണ്. അപ്പോൾ അത്തരം അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ തിരുത്താൻ കൂടി നമുക്ക് സഹായമാകും. അള്ളാഹുവിൻ്റെ സാമീപ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സൂറത്ത് മറിയമിൻ്റെ തുടക്കത്തിൽ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്താ പറയുന്നത്? ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ എന്നാണ്. ഇദ് നാദാ റബ്ബഹു, സക്കരിയ തൻ്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം. എങ്ങനെ വിളിച്ചത്? നിദാഅൻ ഖഫിയ എന്നാണ്. പതിഞ്ഞ ശബ്ദത്തിലാണ് വിളിച്ചത്. പതിഞ്ഞ ശബ്ദത്തിൽ, ആർത്ത് വിളിച്ചിട്ടില്ല, ഉറക്കനെ പറഞ്ഞിട്ടുമില്ല. പിന്നെയോ നിദാഅൻ ഖഫിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം പതിഞ്ഞ സ്വരത്തിലാണ് വിളിച്ചത് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം. ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല റഅസു ശൈബ എന്ന് തുടങ്ങിയിട്ട് അള്ളാഹുവിനെ വിളിക്കുകയാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ വിളിയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വിളിച്ചത് ഉറക്കനല്ല, പിന്നെയോ നിദാഅൻ ഖഫിയ, ശബ്ദം താഴ്ത്തി പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു എന്നാണ്. സക്കരിയ നബി അന്ന് വളഞ്ഞിരുന്നു, വാർദ്ധക്യം പൂണ്ട്, നിര പിടിച്ച്, തൊലി ചുളിഞ്ഞ്, എല്ലുകൾ ശോഷിച്ച് പറ്റ അവശനായിരുന്നു. ആ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിളിയാണ് നിദാഅൻ ഖഫിയ, പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചത്. ഉദുഉ റബ്ബക്കും തദർറുഅൻ വ ഖുഫിയ, ഒച്ച ഉയർത്തണ്ട, ഭക്ത്യാദരപൂർവ്വം റബ്ബിനോട് ദുആ ചെയ്തോളി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചില്ലേ? അങ്ങനെ വിളിച്ചാൽ മതി. കാരണം എന്താ? ദുആ ചെയ്യുന്നവരോട് അള്ളാഹു അടുത്തവനാണ്. അവരെ കണ്ടും കേട്ടും അവരെ അറിഞ്ഞു. അതുകൊണ്ട് ഉറക്കനെ പറയേണ്ടതായ കാര്യമല്ല. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞില്ലേ, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ് ഫഅക്സിറു അദ്ദുആ. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി, ഒരു ദാസൻ തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുത്ത് വർത്തിക്കുന്ന സമയം എപ്പോഴാ? വഹുവ സാജിദ്, ദാസൻ സുജൂദിലാകുമ്പോഴാണ്. നമ്മൾ സുജൂദിലാകുമ്പോഴാണ് നമ്മൾ അള്ളാഹിനോട് ഏറ്റവും അടുത്ത് വർത്തിക്കുന്നത്. ഫഅക്സിറു, അതുകൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിച്ചോളി ദുആയിനെ. നമ്മൾ സുജൂദിൽ ദുആ ചെയ്യും,
ദുആനെ സുജൂദിൽ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഫർദ് നിസ്കാരങ്ങളിലുള്ള നമ്മൾ നിർബന്ധമായ തസ്ബീഹ് ചൊല്ലിയതിന് ശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് ഫർദ് നിസ്കാരത്തിൽ ദുആ ചെയ്യാം. ഐച്ഛികമായിട്ടുള്ള നിസ്കാരങ്ങളാകുമ്പോൾ നമുക്ക് ദുആ വർദ്ധിപ്പിക്കാം. ദുആയെ നിങ്ങൾ വർദ്ധിപ്പിച്ചോളി സുജൂദിൽ. കാരണം എന്താ? സുജൂദിലാണ് നിങ്ങൾ റബ്ബിനോട് ഏറ്റവും അടുത്ത് വർദ്ധിക്കുന്നത് എന്നാണ്. നമ്മൾ സുജൂദ് ചെയ്യണ മണ്ണിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അടുത്തുണ്ടോ? ഇല്ല. പിന്നെയോ അള്ളാഹു നമ്മളെ കേട്ടും കണ്ടും അറിഞ്ഞു നമ്മളോട് അടുത്താണ്. ഇതാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം. അതുകൊണ്ട് തന്നെ സുജൂദിൽ നമ്മൾ എങ്ങനെ ദുആ ചെയ്യണത്? നമ്മൾ പതിഞ്ഞ സ്വരത്തിലാണ് ദുആ ചെയ്യണത്, മെല്ലെയാണ് ദുആ ചെയ്യുന്നത്. ആരും സുജൂദിൽ ആർത്ത് വിളിക്കാറില്ല. നമ്മൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞാലും അള്ളാഹു നമ്മളോട് സമീപസ്ഥനാണ്. എങ്ങനെ സമീപസ്ഥൻ? നമ്മളെ കേട്ടറിഞ്ഞ് ഉത്തരം നമുക്ക് ഏകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സമീപസ്ഥനാണ്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫാ ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹ് ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ വ ഇന്നഹു ലയദ്നു സുമ്മ യുബാഹി ബിഹിമുൽ മലായിക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ മനുഷ്യരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അറഫ ദിവസത്തിലാണ്. അല്ലാഹു അക്ബർ. അറഫ ദിവസം അല്ലാഹു നരകത്തിൽ നിന്ന് തൻ്റെ ദാസന്മാരെ ഏറ്റവും കൂടുതൽ മോചിപ്പിക്കും എന്നാണ്. അറഫയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അറഫയിൽ സമ്മേളിക്കുവാൻ, കൂടുതൽ സമ്മേളിക്കുവാൻ അവസരം പ്രദാനം ചെയ്യുമാറാവട്ടെ. കൂടുതൽ അള്ളാഹു നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിവസം. ഈ അറഫ ദിവസത്തിൽ എന്താ അള്ളാഹു ചെയ്യുക? അതുകൊണ്ടാണ് പറഞ്ഞത്, പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം അറഫയിലേക്ക് പെയ്തിറങ്ങും. മഗ്ഫിറത്ത്, അള്ളാഹിൻ്റെ കാരുണ്യം അറഫയിലേക്ക് പെയ്തിറങ്ങും. കാരുണ്യം വർഷിക്കുന്നതും നരകത്തിയിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നതും പാപസുരക്ഷിതത്വം ആളുകൾക്ക് നൽകുന്നതും കാണുമ്പോൾ ഇബ്ലീസ് ഒന്നുമല്ലാതായി മാറുന്നതാണ്. ഏറ്റവും കൂടുതൽ ഇബ്ലീസ് അപമാനിതനായി, പറ്റെ എളിയവനായി, നിന്യനായി കാണപ്പെടുന്നത് അറഫ ദിവസമാണെന്നാണ്. കാരണം അത്രമാത്രം അനുഗ്രഹാശിസ്സുകളാണ് അറഫയുടെ മൈതാനിയിലേക്ക് വിണ്ണിൽ നിന്ന് ചൊരിയപ്പെടുന്നത്. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വ ഇന്നഹു ലയദ്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തു വരും എന്നാണ്. അടുത്തു വരും. സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, എന്നിട്ട് ഹാജിമാരുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പെരുമ പറയും എന്നാണ്. ഹാജികളുടെ വിഷയത്തിൽ അള്ളാഹു പെരുമ പറയും എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അറഫയിലേക്ക് ഹാജിമാരിലേക്ക് അടുക്കും, എന്നിട്ട് മലക്കുകളോട് പെരുമ പറയും എന്നാണ്. ഇവിടെയും അള്ളാഹു അടുക്കും എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിൻ്റെ സത്തയുടെ ഇറക്കം അല്ല. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കും, അതിൻ്റെ യാഥാർത്ഥ്യം അത് അള്ളാഹുവിനറിയാം. പക്ഷേ അള്ളാഹു അറഫയിൽ സമ്മേളിക്കുന്ന ഹാജിമാരെ കണ്ടും കേട്ടും അറിഞ്ഞു. മനസ്സിലായി? അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, അതൗനി ശുഅസൻ ഗുബ്റ, ജടകുത്തിയ മുടിയുമായി, പൊടിപുരണ്ട മേനിയുമായി ഇതാ എൻ്റെ ഹാജിമാർ വന്നിരിക്കുന്നു. മാ അറാദ ഹൗലായി, ഇവരെന്താണ് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, അത് അവർക്ക് നൽകും എന്ന അർത്ഥത്തിലൊക്കെ പറയുമെന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ സാമീപ്യം ഉണ്ടാകും അടിമകൾക്ക് നേരെ. അതിൻ്റെ തിട്ടം എങ്ങനെ കൃത്യമായി അത് അള്ളാഹു ആലം. പക്ഷേ അറിഞ്ഞും ഉത്തരമേകിയും കണ്ടും കേട്ടുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദാസന്മാരോട് അടുക്കും എന്നുള്ളത് പ്രമാണ വചനങ്ങൾ അറിയിക്കുന്ന വിഷയമാണ്. അത് പണ്ഡിതന്മാർ ആ വിധം സ്ഥിരീകരിച്ചിട്ടും ഉണ്ട്. ഏതായാലും ഈ അദ്വൈത സിദ്ധാന്തം അത് സൂക്ഷിക്കപ്പെടേണ്ട മഹാരോഗം. നമുക്ക് അദ്വൈതം പറയപ്പെട്ടിട്ടില്ല. എന്താ അദ്വൈതം എന്ന് പറഞ്ഞാൽ? പടപ്പ് പടച്ചോൻ രണ്ടില്ല. ദ്വൈതം എന്താ? പടപ്പും പടച്ചോനും വേറെയാണ്. ഇവിടെ എല്ലാത്തിലും ഈശൻ സന്നിവേശിച്ചിരിക്കുന്നു. ജഗത്തിലെല്ലാം ഈശനുണ്ട്, അള്ളണ്ട് എന്നുള്ളതാണ് ഈ അദ്വൈതം. അത് അനിസ്ലാമികമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. അത് മുസ്ലിമീങ്ങൾക്ക് പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളിൽ നിന്ന് വേറിട്ടവനാണ്. അവൻ പ്രപഞ്ചാതീതനായി പടപ്പുകൾക്ക് മീതെയാണ്. അവൻ അർശിന് മീതെ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ പല വചനങ്ങളിൽ അള്ളാഹു പഠിപ്പിച്ചതാണ്.
അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവ ഇന്ന റബ്ബകുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ ഇസ്തവ അലൽ അർശ്. അള്ളാഹു വാനങ്ങളെ പടച്ചു, ഭൂമിയെ പടച്ചു 6 ദിവസങ്ങളിലായി. അള്ളാഹു പിന്നീട് അർഷിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു. അങ്ങനെയുള്ള അള്ളാഹു അവനെവിടെ? അവൻ അർഷിന് മീതെ. അതാണ് അതിൻ്റെ ഉത്തരം. പക്ഷെ എല്ലായിടത്തും അള്ളാഹു എന്ന് മനുഷ്യന്മാർ പറയാണ്, മുസ്ലിമീങ്ങൾ പറയാണ്, പണ്ഡിതന്മാർ പറയാണ്. അപ്പോൾ അതത്ര തെറ്റാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സമീപസ്ഥൻ എന്ന് പറയുമ്പോൾ, അള്ളാഹു സമീപസ്ഥൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പടപ്പുകളോടും സമീപസ്ഥൻ എന്ന് പറയുമ്പോൾ അവരെ അറിഞ്ഞുകൊണ്ടും അവരെ വലയം ചെയ്തുകൊണ്ടും എല്ലാ പടപ്പുകളും അള്ളാഹുവിൻ്റെ കഴിവിലും പിടുത്തത്തിലുമാണ് എന്നറിയിച്ചുകൊണ്ടാണ്. ആരും അള്ളാഹുവിൽ നിന്ന് എന്തല്ല, ഒഴിവല്ല. എല്ലാവരും അള്ളാഹിൻ്റെ പിടുത്തത്തിലാണ്. അത് എത്ര പോക്കിരിയായാലും ശരി, എത്ര പോക്കിരിയായാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചാൽ ഖലാസ് കഴിഞ്ഞ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തവൻ എന്ന് പറയുമ്പോൾ വിശ്വാസികളോടുള്ള അള്ളാഹുവിൻ്റെ അടുപ്പാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്നവർ, അള്ളാഹുവിനോട് ദുആ ഇരക്കുന്നവർ, അവരോടുള്ള അള്ളാഹുവിൻ്റെ അടുപ്പം അതെങ്ങനെയാണ്? അത് അവർക്ക് ഉത്തരമേകിക്കൊണ്ടും അവരുടെ ദുആ വിളി അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടുകൊണ്ടുമാണ്. അതിൻ്റെ ഒരു കൃത്യത എങ്ങനെ? ഇപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആലയുടെ ചരിത്രത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമ്മാൻ്റെ വിഷയത്തിൽ വന്നിട്ട് റസൂലുള്ളാഹിനോട് സങ്കടപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടപ്പെടുന്നുണ്ട്. ഉമ്മ എത്രയായാലും പറഞ്ഞിട്ട് ഹിദായത്തിലാണില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മോശം പരാമർശം നടത്തുകയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമ്മ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെച്ച് സങ്കടപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ ഇഹ്ദി ഉമ്മ അബി ഹുറൈറ. അബൂ ഹുറൈറയുടെ മാതാവിന് അള്ളാഹു എന്നീ ഹിദായത്ത് നൽകണമേ ദുആ ചെയ്തു. മനസ്സിലായില്ലേ? നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാവിന് ഹിദായത്ത് നൽകി. ഈ ദുആ കേട്ട് അബൂ ഹുറൈറ വീട്ടുകാർ മടങ്ങിയെത്തിയപ്പോഴത്തേക്ക് ഉമ്മ കുളിച്ച് തയ്യാറായിട്ട് എന്ത് ചെയ്യാണ്? പിന്നെ മകൻ്റെ അടുക്കലേക്ക് വന്നിട്ട് കലിമ ചൊല്ലിയിട്ട് മുസ്ലിം ആകാണ്. ആ സുവിശേഷം പറയാൻ വേണ്ടിയിട്ട് അബൂ ഹുറൈറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഓടിയെത്തുകയാണ്. എന്നിട്ട് പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹിയോട് പറഞ്ഞ് എന്നെയും എൻ്റെ ഉമ്മയെയും എല്ലാവരും പ്രീതിപ്പെടണം, ഇഷ്ടപ്പെടണം, അതിനുവേണ്ടി നിങ്ങൾ ദുആ ചെയ്താലും. അപ്പോൾ റസൂലുള്ളാഹി അവിടെ വെച്ചിട്ട് അതിന് ദുആ ചെയ്ത് ആ സംഭവം റിപ്പോർട്ട് ചെയ്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം തുർമുദിയുടെ റിപ്പോർട്ടിൽ, എന്നെക്കുറിച്ച് കേൾക്കുന്ന, എൻ്റെ മാതാവിനെ കുറിച്ച് കേൾക്കുന്ന എല്ലാ വിശ്വാസികളെയും എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ്. എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ്. മനസ്സിലല്ലേ? അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ഇരുന്നിട്ടുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കേട്ടുകൊണ്ട് സമീപസ്ഥനാണ്. അതിന് ഉത്തരമേകി അള്ളാഹു സുബ്ഹാനഹു വ തആല സമീപസ്ഥനാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയൊക്കെ അത് നമുക്കറിയില്ല. പ്രമാണവചനങ്ങളിൽ വന്നതിൽ നമ്മൾ പരിമിതപ്പെടുക എന്നുള്ളതാണ് ഇവിടെ കരണീയം. അള്ളാഹു സുബ്ഹാനഹു വ തആല സമീപസ്ഥനാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച ദാസന്മാരുണ്ട്, ഇല്ലേ? അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച ദാസന്മാരുണ്ട്. മുഖറബീങ്ങളായ ദാസന്മാർ എന്നാ പറയാം. മുഖറബീങ്ങളായ ദാസന്മാർ നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ലൈ യസ്തൻകിഫൽ മസീഹു അൻ യകൂന അബ്ദൻ ലില്ലാഹ് വലൽ മലായികത്തുൽ മുഖറബൂൻ. എന്താ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഒരു ദാസനാകുന്നതിൽ ഒരിക്കലും അഹങ്കരിക്കൂല. ഈസാ നബി അള്ളാഹുവിൻ്റെ ഒരു ദാസനാകുന്നതിൽ ഒരിക്കലും അഹങ്കരിക്കൂല. വലൽ മലായികത്തുൽ മുഖറബൂൻ, മുഖറബീങ്ങളായ മലക്കുകളും. എന്താ ഈ മുഖറബീങ്ങളായ മലക്കുകൾ? ആ സാമീപ്യം അരുളപ്പെട്ട മലക്കുകളാണ്. എവിടെ സാമീപ്യം? അള്ളാഹുവിങ്കൽ സാമീപ്യം. അള്ളാഹുവിങ്കൽ സാമീപ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഉന്നത പദവികൾ നേടിക്കൊണ്ടുള്ള സാമീപ്യം അതാർക്കുണ്ട്? മലക്കുകൾക്കുണ്ട്. മലക്കുകൾ അള്ളാഹുവിങ്കൽ ഏറെ അടുത്തവരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതി വയുസബ്ബിഹൂനഹു വലഹു യസ്ജുദൂൻ. ഇന്നല്ലദീന ഇൻദ റബ്ബിക, നിന്റെ റബ്ബിൻ്റെ അടുക്കലുള്ളവർ, റബ്ബിൻ്റെ അടുക്കൽ ഉള്ളവർ. അപ്പോൾ മലക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അവരെവിടെ ഉള്ളത്? റബ്ബിൻ്റെ അടുക്കലാണ്. അതുകൊണ്ട് മലക്കുകളാരാണ്? മുഖറബീങ്ങളായ മലക്കുകളാണ്. അള്ളാഹുവിലേക്ക് സാമീപ്യം സിദ്ധിച്ച മലക്കുകളാണ്. അവരെക്കുറിച്ച് പറയുന്നത് എന്താ? ലാ യസ്തക്ബിറൂന അൻ ഇബാദതി, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നതിൽ അവർ അഹങ്കരിക്കൂല. വയുസബ്ബിഹൂനഹു, അവർ അള്ളാഹ്ക്കുള്ള തസ്ബീഹിലാണ്. വലഹു യസ്ജുദൂൻ, അവർ അള്ളാഹുവിന് മാത്രം പ്രണമിക്കുന്നവരും സുജൂദ് ചെയ്യുന്നവരുമാണ് എന്ന് പറഞ്ഞു. അപ്പം മലക്കുകൾ മുഖറബീങ്ങളാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ പടപ്പുകളാണ്. ഇതേപോലെ മുഖറബീങ്ങളുണ്ട് പടപ്പുകളിലും.
മനസ്സിലായില്ലേ? നമ്മൾ സൂറത്തിൽ വാഖിയയിൽ മുഖറബീങ്ങളെ കുറിച്ച് പറയണില്ലേ, മനസ്സിലാക്കണില്ലേ? വസാബിഖൂൻ അസാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. സാബിഖൂൻ അസാബിഖൂൻ എന്ന് പറഞ്ഞാൽ എന്താ? നന്മകളിലേക്ക് മുൻകടന്നവർ. ഉലൈകൽ മുഖറബൂൻ, അവർ മുഖറബീങ്ങളാകുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടുക്കലേക്ക് ഉന്നത പദവി നൽകി അടുപ്പിച്ചവർ, അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവർ. അവരോട് അള്ളാഹു സമീപസ്ഥനാണ്, അവർ അള്ളാഹുവിലേക്ക് അടുത്തവരാണ്. അതുകൊണ്ടാണ് അവർക്ക് സ്വർഗീയ അനുഗ്രഹങ്ങളെ എണ്ണി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള അനുഗ്രഹങ്ങളെ അറിയിച്ചത്. ഇതേപോലെ ഫഅമ്മ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം. എന്താ? ഫഅമ്മ ഇൻ കാന മിനൽ മുഖറബീൻ, മരണം വരിക്കുന്നവൻ മുഖറബീങ്ങളിൽപ്പെട്ടവരാണെങ്കിൽ എന്നാണ്. മരണം വരിക്കുന്നവർ മുഖറബീങ്ങളിൽപ്പെട്ടവരാണ് എങ്കിൽ ഫറൗഹുൻ, അവർക്ക് ആശ്വാസമാണ്. വറൈഹാനുൻ, അവർക്ക് പരിമളങ്ങളാണ്, സുഗന്ധങ്ങളാണ്. വജന്നത്തു നഈം, അനുഗ്രഹത്തിൻ്റെ സ്വർഗീയ തോപ്പുമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ദാസന്മാർ, മരിക്കുന്നവർ മുഖറബീങ്ങളാണെങ്കിൽ എന്നാണ്. എന്താ ഈ മുഖറബീൻ എന്ന് പറഞ്ഞാൽ? ആരാ ഈ മുഖറബീൻ? മുഖറബീൻ എന്ന് പറഞ്ഞാൽ വാജിബാത്തുകൾ, നിർബന്ധ കടമകൾ ചെയ്യുന്നവരാണ്. അതേപോലെ ഹറാമുകൾ ഒഴിവാക്കുന്നവരാണ്. പിന്നെയോ മുസ്തഹബാത്തുകളുണ്ടല്ലോ, സുന്നത്തായ ഐച്ഛിക കാര്യങ്ങൾ, അത് ചെയ്യുന്നവരാണ്. മുബാഹായ കാര്യങ്ങളിൽ ഫുദൂലായവുണ്ട്, അതേപോലെ മക്രൂഹും ഉണ്ട്, വെറുക്കപ്പെട്ട സംഗതി, ആ വെറുക്കപ്പെട്ടത് ഒഴിവാക്കുന്നവരാണ്. മുബാഹായതിൽ, അനുവദനീയമായതിൽ തന്നെ ഫുദൂൽ, എന്താ വേണ്ടാത്തരങ്ങൾ. അത് പിന്നെ ഫുദൂൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, പിന്നെ ഇപ്പോൾ ചില കാര്യങ്ങൾ അനുവദനീയമായിരിക്കും, പക്ഷേ അത് ചിലപ്പം എന്തായിക്കൊള്ളുന്നില്ല, ഒരു മാന്യതയായിട്ട് എണ്ണിക്കൊള്ളുന്നില്ല. ഇപ്പം നമ്മളുടെ ഈ ക്ലാസ്സാണ്, മജ്ലിസാണ്. ഇവിടെ ഒരാളിങ്ങനെ ഐസിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, ഐസ്ക്രീമിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഐസ്ക്രീം തിന്നൂടെ? പക്ഷേ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒരാളിങ്ങനെ ഐസ്ക്രീം തിന്നാൽ എന്താ? അത് മുബാഹാണെങ്കിലും ഫുദൂലാണ്. മനസ്സിലല്ലേ? ഇത്തരം കാര്യങ്ങൾ പോലും ഒഴിവാക്കുന്നവർ. അപ്പോൾ ഒരാൾ മുഖറബാകണമെങ്കിൽ അയാൾ നിർബന്ധ കർമ്മങ്ങളൊക്കെ ചെയ്യണം, ഐച്ഛിക കാര്യങ്ങളും ചെയ്യണം. മനസ്സിലല്ലേ? അയാൾ ഹറാമുകൾ ഒഴിവാക്കണം, മക്രൂഹുകൾ ഒഴിവാക്കണം. പിന്നെയോ മുബാഹാത്തിൽ, അനുവദനീയമായതിൽ ഫുദൂലുണ്ടാവും. മനസ്സിലല്ലേ? അതിനെ ഒഴിവാക്കണം. അങ്ങനെ ഒരു പദവിയിലെത്തിയവരെ കുറിച്ചാണ് പറയുന്നത് എന്ത്? മുഖറബീൻ. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉന്നത ദറജകൾ നൽകി, ഉന്നത പദവികൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അടുപ്പിക്കും. അല്ലാഹു അവരോട് അടുക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കുകയും ചെയ്യും. മനസ്സിലായി? അതാണ് ഇവിടെ മുഖറബീൻ എന്ന് പറയുന്നത്. സൂറത്തുൽ മുത്തഫിഫീനിൽ നമ്മൾ പറഞ്ഞില്ലേ, വ മിസാജുഹു മിൻ തസ്നീം ഐന യശ്റബു ബിഹൽ മുഖറബൂൻ. എന്താ തസ്നീം എന്ന് പറഞ്ഞെങ്കിൽ സ്വർഗത്തിലെ ഒരു അരുവിയാണ്. തസ്നീം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഒരു അരുവിയാണ്. അതാണ് വ മിസാജുഹു മിൻ തസ്നീം. സ്വർഗത്തിൽ ഈ റഹീഖും മഖ്തൂം കുടിപ്പിക്കപ്പെടും. റഹീഖും മഖ്തൂം എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടിക്കാത്ത ബ്രാൻഡിയാണ്. മനസ്സിലല്ലേ? സ്വർഗീയ സ്വാദിഷ്ടമായ പാനീയം, സ്വർഗീയ മദ്യം. ആ സ്വർഗീയ മദ്യത്തിലേക്കുള്ള ചേരുവ തസ്നീമാണ്. തസ്നീം എന്ന് പറഞ്ഞാൽ എന്താ? ഐനൻ, ഒരരുവിയാണ്. സ്വർഗത്തിലെ ഒരു ഒഴുകുന്ന അരുവിയാണ്. ആ അരുവിയിൽ നിന്ന് കുടിക്കുന്നത് ആരാണ്? അൽ മുഖറബൂൻ. യശ്റബ് ബിഹൽ മുഖറബൂൻ. മുഖറബീങ്ങളായ ദാസന്മാരാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ സ്വർഗീയ മദ്യത്തിനുള്ള ചേരുവ തസ്നീം എന്ന് പറയുന്ന അരുവിയിൽ നിന്നാണ്. ആ തസ്നീം എന്നുള്ള അരുവിയിൽ നിന്ന് ആര് കുടിക്കും? മുഖറബീങ്ങൾ കുടിക്കുന്നതാണ്. ആര് ഈ മുഖറബീൻ? ഈ മുഖറബീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച, അള്ളാഹു സുബ്ഹാനഹു വ തആല സാമീപ്യം അരുളിയ ദാസന്മാരാണ്. മനസ്സിലായില്ലേ? ആ ദാസന്മാരാരാണ്? ആ ഉയർന്ന പദവിയിലേക്ക് എത്തണമെങ്കിൽ നിർബന്ധമായതും ഐച്ഛികമായതും വിടാതെ നിർവഹിക്കണം. ഹറാം പാടില്ല, മക്രൂഹും പാടില്ല. എന്താ ഈ ഹറാമും മക്രൂഹും തമ്മിൽ വ്യത്യാസം? ഹറാം മക്രൂഹ് എന്ന് പറഞ്ഞാൽ
ഹറാമു വർജിയാണ്, മനസ്സിലായേ? അത് ചെയ്താൽ ആക്ഷേപാർഹമാണ്, മതപരമായിട്ട് ആക്ഷേപാർഹം. ഇപ്പോൾ ഉദാഹരണം പറയാം, ദാനം ചെയ്തത് തിരിച്ചു വാങ്ങുന്നവൻ, ദാനം ചെയ്തത് തിരിച്ചു വാങ്ങൽ, അതെന്താ? ഹലാല ഹറാമ മക്രൂഹ? ദാനം ചെയ്തത് തിരിച്ചു വാങ്ങൽ ഹറാമാണ്. ദാനം കൊടുത്ത് ഒരാൾക്ക് എന്ത് ചെയ്തിട്ട് 10 റിയാൽ കൊടുത്ത് ദാനം കൊടുത്ത്, എന്നിട്ട് അത് തിരിച്ചു വാങ്ങി, ഇങ്ങോട്ട് കാട്ടിക്കാ ഞാനെനിക്ക് തരുന്ന 10 റിയാലിന് തന്നാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ? ഛർദ്ദിച്ചത് തിരിച്ചു തിന്നുന്ന നായയെ പോലെ എന്നാണ്. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഛർദ്ദിച്ചത് തിരിച്ചു തിന്നുന്ന നായയെ പോലെ എന്നാണ്. ഈ ഉപമ എന്താ അറിയിക്കണത്? ദാനം കൊടുത്തത് തിരിച്ചു വാങ്ങിയാൽ ഛർദ്ദിച്ച് തിന്നുന്ന നായയെ പോലെയാണ് അവൻ എന്ന് പറഞ്ഞു. ഈ ഉപമ അറിയിക്കണത് എന്താണ്? ആ പ്രവൃത്തി നല്ലതാണെന്നാണോ അതല്ല മോശമാണെന്നാണോ? ഹറാമാണെന്നാ മക്രൂഹാന്നാ? ഹറാമാണെന്ന് അറിയിക്കണം. കാരണം അങ്ങനെയാണ് ചിത്രീകരണം. ഒരു മനുഷ്യനെ നായയോട് ഉപമിക്കുക എന്ന് പറഞ്ഞാൽ അതും എങ്ങനത്തെ നായ? ഛർദ്ദിച്ചത് തിരിച്ചു തിന്നുന്ന നായ എന്ന് പറഞ്ഞാൽ മനസ്സിലല്ലേ? ഹറാമാണ്. മക്രൂഹ് എന്താ? മക്രൂഹ് ഇപ്പം നമുക്ക് ഉദാഹരണം കാണാം. പിന്നെ ഈ ദുർഗന്ധം ഏറ്റിയിട്ട് പള്ളിയിൽ വരില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഉള്ളി, വെള്ളുള്ളി, ഉള്ളിപ്പുല്ല് ഇതൊക്കെ തിന്ന് പള്ളിയിൽ വരിക. ഉള്ളിയും വെള്ളുള്ളിയും ഉള്ളിപ്പുല്ലും അതൊക്കെ തിന്ന് പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പാടില്ല, മനസ്സിലായില്ലേ? കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ട് മനുഷ്യർക്ക് നീരസമായതൊക്കെ മലക്കുകൾക്കും നീരസമാണ്, മനുഷ്യർക്ക് ഉപദ്രവകരമായത് മലക്കുകൾക്ക് ഉപദ്രവകരമാണ്. അതുകൊണ്ട് നിങ്ങളിതൊന്നും തിന്നിട്ട് പള്ളിയിൽ വരരുത്, ഇതൊക്കെ തിന്നവർ പള്ളിയെ വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെറുക്കപ്പെട്ടതാണ്. ഉള്ളിയും വെള്ളുള്ളിയൊക്കെ എന്താണ്? തിന്നൽ അനുവദനീയാണ്. നമുക്ക് ഉള്ളി തിന്നാം, വെള്ളുള്ളി തിന്നാം, ഉള്ളിപ്പുല്ലും തിന്നാൻ അനുവദനീയാണ്, മനസ്സിലായില്ലേ? പക്ഷേ അതിനൊരു ഇടങ്ങേറ് കുറിച്ച മണമുണ്ട്, മറ്റുള്ളവർക്കൊന്നും ഇഷ്ടാവില്ല. അതിൻ്റെ അത് പച്ചക്ക് തിന്നാൽ, വേവിച്ച് തിന്നാൽ അഭിമുഷ്കിൽ. പക്ഷെ പച്ചക്ക് തിന്നുണ്ടെങ്കിൽ അതിനൊരു പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് അത് തിന്ന് പള്ളിയിൽ കയറരുത് തന്നെ. അപ്പോൾ സിഗരറ്റ് വലിച്ചിട്ട് വരല്ലോ, സിഗരറ്റിൻ്റെ മണം തന്നെ വൃത്തികേടാണ്. പിന്നെ ആ സാധനം എന്താണ്? പണ്ടൊരാൾ പറഞ്ഞ ഹഷ്ഫുൻ വസൂ കീല എന്ന് പറഞ്ഞില്ലേ? സാധനവും മോശം, തൂക്കവും കുറവ് എന്ന പോലെയാണ് സിഗരറ്റ്, വീടി, ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ മണമായിട്ട് വരല എന്താണ്? അത് നിഷിദ്ധമാണ്. പക്ഷേ ഇത് അസിലിൽ തിന്നത് അനുവദനീയാണ്, ഉള്ളിയും വെള്ളുള്ളിയൊക്കെ. പക്ഷെ അതിനൊരു പച്ചക്ക് തിന്നിട്ടുണ്ടെങ്കിൽ ഒരു മണമുണ്ട്, അത് എല്ലാവർക്കും ഇഷ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് തിന്ന് വരൽ, പള്ളിയിലേക്ക് വരൽ മക്രൂഹാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഹറാമുകൾ ഒഴിവാക്കുന്ന, മക്രൂഹുകൾ ഒഴിവാക്കുന്ന, അനുവദനീയമായതിൽ ഫുദൂലായത് വരെ ഒഴിവാക്കുന്ന ആളുകൾ, നിർബന്ധമായതും ഐച്ഛികമായതും കൃത്യമായി കൊണ്ടു നടക്കുന്ന ആളുകൾ, അവരാണ് മുഖറബീങ്ങൾ. നമ്മുടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇത്തരം പുണ്യാത്മാക്കളെ അടുപ്പിക്കും. അള്ളാഹു അവരോട് അടുത്ത് അവരെ ആദരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ വിഷയം. നമ്മൾ സഹോദരന്മാരെ പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖരീബാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖരീബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അല്ലാഹു ഖരീബാണ് എന്ന്. അപ്പോൾ അല്ലാഹു ഖരീബ് എന്ന നാമമുണ്ട്, പേരുണ്ട്. ആ പേര് എന്തർത്ഥമാക്കുന്നു, എന്ത് തേടുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, അറിയുന്നത്. ഇന്ന റബ്ബി ഖരീബുൻ മുജീബ് എന്ന് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയെ ഉപദേശിച്ചത് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ്, ഇന്ന റബ്ബി എൻ്റെ റബ്ബ്, ഖരീബുൻ അവൻ സമീപസ്ഥനാണ്, മുജീബ് അവൻ ഉത്തരമേകുന്നവനുമാണ്. ഇത് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അതുകൊണ്ട് എന്താ അദ്ദേഹത്തിൻ്റെ അനുശാസനം എന്നറിയോ? ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബു ഇലൈഹി എന്നാണ്. ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബു ഇലൈഹി ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്. നിങ്ങൾ എൻ്റെ റബ്ബിനോട് പാപമോചനത്തിന് തേടണം, എൻ്റെ റബ്ബിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുകയും വേണം. കാരണം എൻ്റെ റബ്ബ് ഖരീബാണ്, മുജീബാണ് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുക, നമ്മൾ തൗബ ചെയ്യുക. റബ്ബ് ഖരീബാണ്, നമ്മളുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് കേൾക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പശ്ചാത്താപം നമ്മളിൽ നിന്ന് അടുത്ത് സ്വീകരിക്കുകയും ചെയ്യും. നമ്മളെ കേൾക്കുന്നവനായി, അറിയുന്നവനായി, നമ്മളുടെ ദുആക്ക് ജവാബേകുന്നവനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സമീപസ്ഥനാണ്. ഇതാണ് ഈ ആയത്തിൻ്റെ തഫ്സീറിലൂടെ നമുക്ക് പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബു ഇലൈഹി ഇന്ന റബ്ബി. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനതയോട് പറയാണ്, എൻ്റെ റബ്ബ് തീർച്ചയായും ഖരീബുൻ മുജീബ്, അവൻ സമീപസ്ഥനാണ്, അവൻ ഉത്തരം ഏകുന്നവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ
നമ്മളെ അറിയിച്ചിട്ടുള്ളത്. 3 സ്ഥലത്ത് ഖരീബ് എന്നുള്ള പേര് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതേപോലെ ഹദീസുകളിലും അള്ളാഹുവിൻ്റെ അൽ ഖരീബ് എന്ന പേര് വന്നത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. എന്താണ് ഈ ഖരീബ് എന്നുള്ള പേര് അർത്ഥമാക്കുന്നത്? അതിൻ്റെ തേട്ടവും വിളിയും എന്താണ്? അതാണ് ഒരു ക്ലാസ്സിലൂടെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കുന്നുണ്ട്. വനാദൈനാഹു മിൻ ജാനിബി തൂരിൽ ഐമൻ വഖറബ്നാഹു നജിയ. അല്ലേ? വനാദൈനാഹു മിൻ ജാനിബി തൂരിൽ ഐമൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ നാം തൂർ പർവ്വതത്തിൻ്റെ വലഞ്ചെരുവിൽ വലതു ഭാഗത്ത് വെച്ച് വിളിച്ചു. എന്നിട്ടതാണ് വഖറബ്നാഹു, നാം മൂസയെ അടുപ്പിച്ചു. എങ്ങനെ അടുപ്പിച്ചു? നജിയൻ, രഹസ്യ സംഭാഷണം നടത്തുന്നവനായി. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല രഹസ്യ സംഭാഷണം നടത്തുന്നവനായിട്ട് അടുപ്പിക്കുകയുണ്ടായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള അള്ളാഹുവിൽ നിന്നുള്ള ആദരവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹിതമായ ദാത്ത് കൊണ്ട് അവൻ്റെ അർശിന് മീതെയാണെങ്കിലും അവൻ നമ്മൾ പടപ്പുകളെ പോലെയല്ല. നമ്മൾ ഉന്നതിയിലാണ് എങ്കിൽ ഭൂമിയിലേക്ക് എങ്ങനെയാണ് അടുക്കുക? ആ ഒരു പ്രയാസവും ആര് ചിന്തയും. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എല്ലാത്തിനും കഴിവുറ്റവനാണ്. അവൻ ഖദീറാണ്, അവൻ ഖാദിറാണ്, അവൻ മുഖ്തദിറാണ്. അള്ളാഹു ഖവിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലൈസ കമിസ്ലിഹി ഷൈ, അവന് പോലെ ഒന്നുമില്ല. അള്ളാഹ്ക്ക് തുല്യമായിട്ട് അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അവൻ്റെ അർശിന് മീതെയാണ് അവൻ്റെ സത്ത കൊണ്ട്. എങ്കിലും ഈ ഉലകത്തിൽ ഏതൊരു പടുപ്പിനോടും അള്ളാഹ്ക്ക് അടുക്കാൻ ഒരു പ്രയാസമല്ല. എങ്ങനെയാണ് ആ അടുക്കൽ? അത് നമുക്കറിയില്ല. അത് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എങ്ങനെയാണ് അള്ളാഹു അർശിന് മീതെ ഉപവിഷ്ടൻ? അതും നമുക്കറിയില്ല. എങ്ങനെ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് അള്ളാഹു ഉപവിഷ്ടനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളോട് അടുക്കുമെന്ന് പറഞ്ഞു അത് നമ്മൾ വിശ്വസിക്കുക. എങ്ങനെ എന്ന് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക, ചിന്തിക്കാതിരിക്കുക. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ തൂർ പർവ്വതത്തിൻ്റെ ചെരുവിലേക്ക് വിളിച്ചു. എന്നിട്ട് രഹസ്യ ഭാഷണം നടത്തുന്നവനായിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അടുപ്പിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഇത്തരം വചനങ്ങൾ ഇതൊക്കെ നമ്മൾ അറിയിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നാമമാണ് അൽ ഖരീബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സമീപസ്ഥനാണ് പടപ്പുകളോട്. അള്ളാഹു അടുക്കുമെന്ന് പറഞ്ഞില്ലേ? ഒരു ദാസൻ അള്ളാഹുവിലേക്ക് ഒരു ചാണെടുത്താൽ അള്ളാഹു അവനിലേക്ക് ഒരു മുഴ അടുക്കുമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അള്ളാഹുവിലേക്ക് അടുക്കുന്ന ദാസൻ പുണ്യപ്രവൃത്തികളിലൂടെ ആ ദാസനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഫർള് ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിർബന്ധ കർമ്മങ്ങൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഐച്ഛിക കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ദാസന്മാർ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടുമെന്നാണ്. ദാസൻ അള്ളാഹുവിലേക്ക് ഒരു ചാണെടുത്താൽ അള്ളാഹു അവനിലേക്ക് ഒരു മുഴ അടുക്കുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കും, ദാസനോട് അടുക്കും. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ആദരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തിട്ടുണ്ട്. അള്ളാഹു ആദരിച്ച അള്ളാഹുവിൻ്റെ ആദരവിന് പാത്രീഭൂതരായ ദാസന്മാരോടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കുക എന്നുള്ളതുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ കൈഫിയത്ത് അത് നമുക്ക് അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആലം. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നവനായി, കേൾക്കുന്നവനായി, സംരക്ഷണമേകുന്നവനായി, സഹായമേകുന്നവനായിട്ടുള്ള അള്ളാഹുവിൻ്റെ അടുപ്പം അതാണ് നമ്മൾ ചരിത്രങ്ങളിലൂടെ മനസ്സിലാക്കുകയും വിശുദ്ധ വചനങ്ങളുടെ തഫ്സീറുകളിലൂടെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നമ്മൾ അള്ളാഹുവിൻ്റെ സാമീപ്യവും അടുപ്പവും കിട്ടാൻ, അള്ളാഹു നമ്മളെ അവൻ്റെ മുഖറബീങ്ങളായ ദാസന്മാരിൽ ആദരിക്കുവാൻ അതിനു വേണ്ട പണി നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. കഴിവും പടി അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് നമ്മളുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഒരു വിഷയം, ഒരു പേര്, അത് അള്ളാഹുവിൻ്റെ ഒരു നാമം, അതിൻ്റെ വിശദീകരണം ഇവിടെ മനസ്സിലാക്കാം. ഖരീബ് എന്ന് പറയുമ്പോൾ പടച്ചോന് ഖരീബാണ്. പടപ്പുകളിലും നമ്മൾ ഖരീബ് എന്ന് പറയും. പക്ഷേ പടപ്പുകളും അള്ളാഹുവും പേരിൽ ഖരീബ് എന്ന് പറയും. പക്ഷെ അള്ളാഹു ഖരീബ് എന്ന് പറയുമ്പോൾ അതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. മനസ്സിലായില്ലേ? ഒരു കഥയിൽ ഒരു വിദ്യാർത്ഥി, ഒരധ്യാപകൻ, കുറേ വിദ്യാർത്ഥികൾ, അതിലൊരു വിദ്യാർത്ഥിയെ അധ്യാപകൻ പ്രത്യേകം പരിഗണിക്കുന്നതാണ്. മനസ്സിലായില്ലേ? സംഭവിച്ചൊരു വിഷയമാണിത്. ഒരധ്യാപകൻ്റെ കുറേ വിദ്യാർത്ഥികളുണ്ട്, പക്ഷെ ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേക പരിഗണന. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉസ്താദ് എല്ലാവരും ഒരേപോലെ കാണാത്ത, ഒരേ കണ്ണുകൊണ്ട് എല്ലാവരും കാണാത്ത എന്ന് ചോദിച്ചു. പറഞ്ഞ ആ വിദ്യാർത്ഥിയുടെ മികവും കഴിവുമാണ് അതിന് കാരണം. അപ്പോൾ അതെങ്ങനെ?
പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരോടും ഓരോ പക്ഷിനെ കൊടുത്തിട്ട് പറഞ്ഞ് ആരും കാണാത്തോടത്ത് കൊണ്ടുപോയിട്ട് ഇതിനെ അറക്കാൻ പറഞ്ഞു, അറക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോ വിദ്യാർത്ഥികളും എന്ത് ചെയ്ത് അത് കൊണ്ടുപോയിട്ട് അറുത്ത് കൊണ്ടുവന്ന്, ആരും കാണാതെ അറുത്ത് കൊണ്ടുവന്ന്. ഈ ഉസ്താദ് പ്രത്യേകം പരിഗണിച്ചവനുണ്ടല്ലോ, അവനും പക്ഷിയായിട്ട് പോയി, എന്നിട്ട് അറക്കാതെ തിരിച്ചു വന്ന്. അപ്പോൾ എന്താ നീ അറക്കാതിരുന്നതെന്ന് അവരോട് ചോദിച്ച്, അവരുടെ മുമ്പിൽ ചോദിച്ച്. അപ്പം പറഞ്ഞ് ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും പടപ്പുകളിൽ ആരും കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നുണ്ട്. പടപ്പുകളിൽ നിന്ന് കൺമറഞ്ഞ് അറക്കാൻ ശ്രമിക്കാം, പക്ഷേ അള്ളാഹുവിൻ്റെ ദൃഷ്ടി മറഞ്ഞ് എങ്ങനെ അറക്കാനാണ്? അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കാഴ്ച ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് അറക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, കണ്ടോ എന്തിനാണ് ഞാൻ അവനെ പരിഗണിച്ചത്? ഈ ഒരു കഴിവും ഈ ഒരു സൂക്ഷ്മതയും അവൻ്റെ ജീവിതത്തിൽ നിയലിച്ചതിനാലാണ് എന്ന് പറഞ്ഞു എന്ന്. അവിടെ ആ വിദ്യാർത്ഥിയെ ഖരീബാക്കി ഉസ്താദി എന്നാണ്. പടപ്പുകളിൽ ഖരീബുകളുണ്ട്, പക്ഷെ അള്ളാഹു അൽ ഖരീബ് എന്ന് പറയുമ്പോൾ പടപ്പുകൾ ഖരീബ് എന്ന് പറയുന്നത് പോലെ അല്ല. അതിൻ്റെ തേട്ടവും ഉദ്ദേശവുമാണ് ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അള്ളാഹുവിൻ്റെ മറ്റൊരു മഹിത നാമം, അതിൻ്റെ വിധികളും തേട്ടങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരു മജ്ലിസ് ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠമായൊരു മജ്ലിസിൽ സ്വർഗ്ഗത്തിൽ ഒത്തൊരുമിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു നമുക്കെല്ലാം കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലൂടെ അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും അവർക്കും നമുക്കും അള്ളാഹു അരുളുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നമ്മളെല്ലാം മോചിപ്പിക്കുമാറാവട്ടെ. തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പൊറുക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളെ അള്ളാഹു നികത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യവാന്മാരായി സുരക്ഷിതരായി ജീവിക്കുവാനും മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم انجِ المسلمين المستضعفين في كل مكان. اللهم انجِ المسلمين المستضعفين في كل مكان. اللهم انجِ المسلمين المستضعفين في كل مكان. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين امنها ورجال امنها. اللهم احفظ لها حدودها وثغورها. اللهم احفظ لها عقيدتها وقيادتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.